CPM പോലുള്ളൊരു പാർട്ടി സഹയാത്രികന്മാരെ സ്വീകരിക്കുന്നത് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അടുത്ത കാലത്തായി സാമ്പത്തിക ശക്തികൾ പണമുള്ള ആളുകളെ സ്വീകരിക്കുക എന്നൊരു നയം CPM സ്വീകരിച്ചു. കണ്ണൂരിൽ നിന്നാണ് CPMന്റെ പതനം ഉണ്ടാകാൻ പോകുന്നത്. CPM നേതാക്കന്മാരുടെ പീഡനവും അതുപോലെ തന്നെ അവരുടെ അണികളുടെ ആട്ടും തുപ്പും ഒന്നും സഹിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ അവർക്ക് ഒരു മാനസിക പ്രയാസം ഉണ്ടായതിൻ്റെ പേരിലാണ് അവർ വിടാൻ തയ്യാറായി. ADGP നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയും ഒളിയുമ്പോണ്ടല്ലോ. ഈ സമ്മേളനങ്ങൾക്കുള്ളിൽ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു വലിയ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഒരു ഗൂഢാലോചന ഭാഗമാണെന്നുള്ള ആശയവും ചില ആളുകളിലൂടെ ഉയർത്തുന്നു. നമസ്കാരം. ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് കോൺഗ്രസ് നേതാവായ ചെറിയാൻ ഫിലിപ്പാണ്. സാർ നമസ്കാരം. കഴിഞ്ഞ മണിക്കൂറുകളിലാണ് സാറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാൻ ഇടയായത്. അതായത് അൻവറും ജലീലും KT ജലീലും CPM ബന്ധം അവസാനിപ്പിക്കണമെന്ന്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അത്തരത്തിലുള്ളൊരു പോസ്റ്റിനുള്ള കാരണം എന്താണ്? അൻവറും ജലീലും ഏതാനും ദിവസങ്ങളായിട്ട് CPMമായി അടഞ്ഞു നിൽക്കുകയാണ്. അവർ ചില കാര്യങ്ങൾ പറയുന്നു. അവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് വ്യക്തമല്ല. എന്നിരുന്നാൽ തന്നെയും അവർ CPMവുമായി അകന്നു എന്നത് സത്യമാണ്. CPM പോലുള്ളൊരു പാർട്ടി സഹയാത്രികന്മാരെ സ്വീകരിക്കുന്നത് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പ്രത്യേകിച്ചും എല്ലാ കാലവും സ്വീകരിച്ചിട്ടുള്ളത്, പിന്നെ എന്നെ സ്വീകരിച്ചിട്ടുള്ളത് രാഷ്ട്രീയ വ്യക്തിത്വം നിലയിൽ. ഞാൻ KSUവിൻ്റെ നേതാവായിരുന്നു, യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു, KP സെക്രട്ടറി ആയിരുന്നു. എന്നെക്കാൾ രാഷ്ട്രീയ പാരമ്പര്യവും ത്യാഗമുള്ള ഒരാൾ പോലും ഇടതുപക്ഷ സഹയാത്രികരായിട്ടില്ല. ആദ്യകാലങ്ങളിൽ ജോനപ്പൻ തമ്പാണ്. അദ്ദേഹം തൃശ്ശൂർ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹത്തിന് തൃശ്ശൂരിലെ ക്രൈസ്തവ സമുദായവുമായി ബന്ധമുണ്ടായിരുന്നു. രാഷ്ട്രീയ വ്യക്തിത്വമായിരുന്നു TK ഹംസ. അദ്ദേഹം മലപ്പുറം DCC പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ മാപ്പിളപ്പാട്ടുകാരൻ എന്ന നിലയിൽ മുസ്ലിം സമുദായത്തിനിടെ സ്വീകാരനായിരുന്നു. ഓരോ ഘട്ടങ്ങളിലും ആളുകളെ സ്വീകരിച്ചിട്ടുള്ളത് ഒന്നുകിൽ രാഷ്ട്രീയ വ്യക്തിത്വം എന്ന നിലയിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനപ്പുറം ജാതിമത ശക്തികളുമായി ബന്ധമുള്ള ആളുകൾ. അതാണ് ഒരു പൊതു മാനദണ്ഡം. പക്ഷേ അടുത്ത കാലത്തായി സാമ്പത്തിക ശക്തികൾ പണമുള്ള ആളുകളെ സ്വീകരിക്കുക എന്നൊരു നയം CPM സ്വീകരിച്ചു. തൊഴിലാളികളുടെ പാർട്ടിയാണ്, പാവങ്ങളുടെ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞാലും പണം മടിശീലയിൽ കൂടുതലുള്ള ആളുകളെ സ്ഥാനാർത്ഥികളാക്കുന്ന ഒരു പ്രവണത അടുത്ത കാലത്ത് വന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കൊന്നും അവർക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ പണം മാത്രമല്ല, അവർക്ക് ജാതി ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. എനിക്ക് രാഷ്ട്രീയ വ്യക്തിത്വം എന്നുള്ളതിനേക്കാളേറെ പണവുമില്ല, ജാതിമത ശക്തികളുമായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്ത് ധാരാളം ആളുകൾ കൂട്ടം കൂട്ടമായി CPMലേക്ക് പോയി. അവർ രാഷ്ട്രീയ നേതാക്കന്മാരാണ്. മുൻകാല MLAമാരായിരുന്ന ആളുകളുണ്ട്, DCC പ്രസിഡന്റുമാരായിരുന്ന ആളുകളുണ്ട്, KPC ജനറൽ സെക്രട്ടറിമാരായിരുന്നു. ഇതൊക്കെ അടുത്ത കാലത്താണ്. അവരെല്ലാം നേരെ ചെന്ന് CPMൻ്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണ്. വലിയ ആരവങ്ങളോടുകൂടി ചുവന്ന ഷാൾ സ്വീകരിച്ച്, ചുവന്ന ഹാരമണിയിച്ച് അവർക്ക് പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഞാൻ 20 വർഷത്തോളം അവരോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഒരിക്കലും പാർട്ടി മെമ്പർഷിപ്പ് സ്വീകരിച്ചിട്ടില്ല. അതിന് കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പരസ്യമായി പറഞ്ഞിരുന്നു. മാത്രമല്ല, ഒരു കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രമാണ് എന്ന് സ്വകാര്യ സംഭാഷണങ്ങൾ എല്ലാവരോടും പറഞ്ഞിരുന്നു. പക്ഷേ ഇടതുപക്ഷ മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾ വിശ്വസിച്ചിരുന്ന ആളായിട്ടാണ് അവരുമായി സഹകരിച്ച് പ്രവർത്തിച്ചത്. ഇപ്പം ഞാനല്ല ഇവിടുത്തെ പ്രശ്നം. സ്വാഭാവികമായിട്ടും ഇവിടെ 8 വർഷമായിട്ടുള്ളൂ അൻവറും അബ്ദുൾ റഹ്മാനും വന്നിട്ടുള്ളൂ. അൻവർ ആര്യാടൻ മുഹമ്മദിൻ്റെ കുത്തക സീറ്റായ നിലമ്പൂരിലാണ് ജയിച്ചത്. അദ്ദേഹം ആദ്യം തോൽപ്പിച്ചത് ആര്യാടൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെയാണ്. പിന്നീട് VV പ്രകാശ് എന്ന് പറയുന്ന ആദർശനിഷ്ഠയുള്ള ഒരു KPC നേതാവിനെയാണ് അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത്. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു കോട്ടയിൽ PV അൻവർ ജയിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കോൺഗ്രസിനപ്പുറത്ത് CPM തോന്നോട് ജയിക്കാൻ പറ്റിയ സ്ഥലമല്ല നിലമ്പൂർ. അതിനപ്പുറം ജാതിമത ശക്തികളുടെയും അതോടൊപ്പം തന്നെ സാമ്പത്തിക പിൻബലവും ഉള്ളതുകൊണ്ടാണ്. അൻവർ കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളാണ്. കുറച്ച് കോൺഗ്രസ് വോട്ടുകൾ കിട്ടിക്കാണാം. പക്ഷേ അദ്ദേഹം അവിടെ ചെന്നത് അന്ന് മുതൽ തന്നെ അവിടെ ഒരു വിവാദ പുരുഷനാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ധാരാളം വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അത് ശരിയോ തെറ്റോ ഒന്നും അറിയില്ല എങ്കിൽ പോലും അനധികൃത നിയമനം ഇങ്ങനെ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു സന്ദർഭത്തിൽ CPMനെ ഒരു തലവേദനയായി മാറുന്ന ഒരു ഘട്ടം തന്നെ എത്തിയിരുന്നു. അതേസമയം ജലീൽ വന്നിരുന്നത് യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമില്ലായിരുന്നു. അതിൻ്റെ സിമി എന്ന സംഘടന നേതാവായിരുന്നു. പിന്നീട് ലീഗിൽ വന്നു. ലീഗിൽ നിന്ന് പെട്ടെന്ന് അദ്ദേഹം
കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിച്ച് ജയിച്ചു, MLA ആയി. MLA ആവുക മാത്രമല്ല, പിണറായി വിജയൻ നയിച്ച 2 ജാഥകളിൽ സഹയാത്രികനായ അദ്ദേഹത്തെ ജാഥാ നേതാക്കന്മാരുള്ളാക്കി കേരളം മുഴുവൻ കൊണ്ടു നടന്നു. പിണറായി വിജയനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പേരും ഫോട്ടോയും ഫ്ലെക്സ് ബോർഡുകൾ പ്രദർശിപ്പിച്ചു. അതേസമയം പിന്നീട് എന്തുകൊണ്ട് എൻ്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പാർട്ടി അംഗമാകാനോ പാർട്ടിയുമായി സഹകരിക്കാൻ അത്തരത്തിൽ പോകാനോ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ള സത്യമാണ്. അതേസമയം മഞ്ഞനാംകുഴി അലി, അദ്ദേഹം SFI പ്രവർത്തകനായിരുന്നു, ഇടതുപക്ഷ പാരമ്പര്യമുള്ള ആളായിരുന്നു. അദ്ദേഹം 2 തവണ അവിടെ MLA ആയി. യഥാർത്ഥത്തിൽ മലപ്പുറം ചോപ്പിച്ചതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് മഞ്ഞനാംകുഴി അലിയാണ്. മഞ്ഞനാംകുഴി അലി മങ്കടയിൽ ജയിച്ചതിന് ശേഷം അവിടെ CPM-ൻ്റെ നേതാക്കന്മാർ MK മുനീറിനെ തോപ്പിച്ചു. CH മധുവയുടെ കോട്ടയായിരുന്നു മങ്കട. അവിടെ മഞ്ഞനാംകുഴി അലി ജയിച്ചതിന് ശേഷമാണ് പിന്നീട് TK ഹംസ മലപ്പുറത്ത് ചുവന്ന കൊടി കാട്ടിയത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഓരോ ഘട്ടങ്ങളിലും വന്ന ആളുകളെ കൊണ്ട് അവർക്കും പ്രയോജനമുണ്ടായി, CPM-നും പ്രയോജനമുണ്ടായി. അൽഫോൺസ് കണ്ണന്താനം അദ്ദേഹം രാഷ്ട്രീയ വ്യക്തിത്വമായിരുന്നില്ല, പക്ഷേ അദ്ദേഹം ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ആ നിലയിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് തലേദിവസം സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുന്ന തലേദിവസമാണ് അദ്ദേഹം കാഞ്ഞിരപ്പള്ളി സ്ഥാനാർത്ഥിയാകുന്നത്. അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥ ഒരു പവറുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഡൽഹിയിലും മറ്റും വിവാദം സൃഷ്ടിച്ച ആളാണ്, ഒരു ഇമേജുള്ള ആളാണ്. സർവോപരി കാഞ്ഞിരപ്പള്ളി അതിരൂപതയുടെ പിന്തുണയും കൂടെ കിട്ടിയപ്പോഴാണ് അൽഫോൺസ് കണ്ണന്താനം ജയിച്ചത്. അപ്പോൾ ജോണപ്പണ്ണമ്പാടനും മറ്റേ TK ഹംസയൊക്കെ അവിടെ തുടർന്നു. ഒരു വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ടാണ് ജോണപ്പണ്ണമ്പാടൻ മരിച്ചത്. TK ഹംസ ഇപ്പോഴും പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അതേസമയം മഞ്ഞളാംകുഴി അലിയും അതുപോലെ തന്നെ ഈ അൽഫോൺസ് കണ്ണന്താനും MLA ആയിരിക്കെ തന്നെ CPM-ഉമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു. അതിന് കാരണം CPM നേതാക്കന്മാരുടെ പീഡനവും അതുപോലെ തന്നെ അവരുടെ അണികളുടെ ആട്ടും തുപ്പും ഒന്നും സഹിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ അവർക്ക് ഒരു മാനസിക പ്രയാസം ഉണ്ടായതിൻ്റെ പേരിലാണ് അവർ വിടാൻ തയ്യാറായത്. മഞ്ഞളാംകുഴി അലിക്ക് വേണമെങ്കിൽ വീണ്ടും സീറ്റ് കൊടുക്കുമായിരുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ അദ്ദേഹത്തെ അൽഫോൺസ് കണ്ണന്താനത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതാണ്. അത് കളഞ്ഞുകൊണ്ടാണ് അവർ പോകാൻ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു സഹയാത്രികനായി നിൽക്കണമെന്നുണ്ടെങ്കിൽ ആത്മാഭിമാനമുള്ള ഒരാൾക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റില്ല. കാരണം CPM-നുള്ളിൽ നിന്നും അൻവറും ജലീലും അകലാനിടയായ കാരണം CPM-നുള്ളിൽ അവർക്ക് ഇനി സാധ്യതയില്ല. സ്വാഭാവികമായിട്ടും 20 വർഷം MLA ആയി ജലീൽ. അദ്ദേഹത്തിന് ആദ്യം മന്ത്രിസ്ഥാനം കൊടുത്തു, ഇപ്പോൾ കൊടുത്തില്ല. ഇനിയും അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചെങ്കിൽ പോലും അദ്ദേഹത്തിന് മത്സരിക്കാൻ സാധ്യതയില്ലാത്ത അദ്ദേഹം അറിഞ്ഞു കാണും. അൻവറിനും സീറ്റ് കൊടുക്കാൻ സാധ്യത കാണുന്നില്ല. പൊതുവെ 2 വർഷം കഴിഞ്ഞവർ മാറുക എന്ന സിദ്ധാന്തം പ്രാവർത്തികമാക്കുമ്പോൾ അൻവറിന് മാത്രം കൊടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ അവിടെ സാധ്യതയില്ല എന്നുള്ളത് സത്യമാണ്. അതേസമയം അവർ ഉയർത്തിയ പ്രശ്നങ്ങൾ, അത് അൻവർ ഉയർത്തിയ പ്രശ്നമാണെങ്കിലും ജലീൽ പ്രശ്നമാണെങ്കിലും സമൂഹബന്ധത്തിൽ കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് അഴിമതിക്കെതിരെ പോരാടുമെന്നാണ്, പോർട്ടൽ ഉണ്ടാക്കുമെന്നാണ് ജലീൽ പറയുന്നത്. അതേസമയം അൻവറാണെങ്കിൽ ഉയർത്തിയ വിവാദത്തിൻ്റെ കൊടുങ്കാറ്റ് കേരളം മുഴുവൻ ആഞ്ഞ് അടിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ അൻവർ ഉയർത്തിയ വിവാദങ്ങൾ ഈ CPM-ന് തന്നെ ഒരു ഭീഷണിയായ സത്യത്തിൽ അൻവർ ഉയർത്തിയ വിവാദങ്ങൾ ADGP-യെ സംബന്ധിച്ചാണെങ്കിൽ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയാണല്ലോ. ആഭ്യന്തര കയ്യിലുള്ള ക്രമസമാധാന ചുമതലയുള്ള ADGP-ക്കെതിരെ പരസ്യമായ വിവാദം ഉണ്ടായി എന്ന് പറഞ്ഞു കണ്ടാൽ അത് ADGP മാത്രമല്ലല്ലോ പ്രശ്നം. ADGP-യെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയും ഒളിയുമ്പോണ്ടല്ലോ. രണ്ടാമത്തെ കാര്യം, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടല്ലോ. സ്വർണ്ണക്കടത്ത് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദം ആരംഭിക്കുന്നത് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് തന്നെയാണ്. ശിവശങ്കർ അതിലെ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട അവസ്ഥ വന്നു. ആ ശിവശങ്കർ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ചും ആശയം പറഞ്ഞു. അപ്പോൾ ശരിയാണോ തെറ്റാണോ എന്നുള്ള അന്വേഷണമെങ്കിലും അൻവർ പറഞ്ഞ കാര്യങ്ങൾക്കും പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിവാദമായതും അതേക്കുറിച്ച് അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും അൻവറിൻ്റെ നിലപാടുകൾ തള്ളിപ്പറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ CPM സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ ജലീലിൻ്റെ പോർട്ടലിനെ സംബന്ധിച്ചും ഒരു പരിഹാസ രൂപത്തിലാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ജലീലിനെയും അൻവറിനെയും പിന്തുണയ്ക്കാൻ അവർ സാധ്യമല്ല എന്നുള്ളതാണ് പ്രശ്നം. അവർ ഉയർത്തിയ പ്രശ്നങ്ങളുടെ കാമ്പും കഴമ്പുമാണോ പ്രധാനമെന്ന് ഉള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ്. അത് കാമ്പും കഴമ്പും ഇല്ലെങ്കിൽ ഇത്രയേറെ ബഹുജന ശ്രദ്ധ അത് ആകർഷിക്കില്ല. അതേസമയം CPM അതിന്മേൽ എടുത്തിരിക്കുന്ന ഒരു സമീപനം വളരെ ലാഘബുദ്ധിയോടെയാണ്. പരിശോധിക്കുമെന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തെങ്കിലും പാർട്ടി സെക്രട്ടറി ഉറപ്പ് കൊടുത്തെങ്കിലും പാർട്ടി സെക്രട്ടറിയേറ്റ് കൂടിയപ്പോൾ തന്നെ അത് ഒരു 1-2 മണിക്കൂർ ചർച്ചകൾക്കുള്ളിൽ അൻവർ പറഞ്ഞതിനെക്കുറിച്ച് തള്ളിക്കളയുന്ന അവസ്ഥ വന്നു. ശശിയെക്കുറിച്ച് ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിച്ചില്ലെന്ന് മാത്രമല്ല, ശശിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ആളുകളുടെ വാദമുഖങ്ങൾക്ക് CPM വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല.
മാത്രവുമല്ല പാർട്ടി സമ്മേളനങ്ങൾക്കുള്ളിൽ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പരിപ്രതിഷവുമായി ബന്ധപ്പെട്ട് ഒരു ഗൂഢാലോചന ഭാഗമാണെന്നുള്ള ആശയവും ചില ആളുകളിലൂടെ ഉയർത്തുന്നുണ്ട്. അജിത് കുമാറും BJPയുമായുള്ള ബന്ധവുമായി ബന്ധപ്പെട്ടും വിവാദങ്ങൾ ഉയർന്നിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ അൻവർ ഉയർത്തിയ പ്രശ്നവും അതിനെ പിന്തുണച്ചുകൊണ്ട് ജലീൽ നടത്തിയ കാര്യങ്ങളുമൊക്കെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമാകുക മാത്രമല്ല CPMലും പുകയുകയാണ്. CPMൽ വളരെ ശക്തമായ ഒരു ഗ്രൂപ്പ് അടിത്തറകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞെട്ടിപ്പിക്കുന്ന പരാജയത്തെ തുടർന്ന് പാർട്ടി ഗ്രാമങ്ങൾ ഒലിച്ചുപോയി. പാർട്ടി ഗ്രാമങ്ങളിൽ പലയിടത്തു നിന്നും BJPക്കാണ് കൂടുതലോട്ട് കിട്ടിയത്. പ്രത്യേകിച്ചും മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയായിരുന്ന പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് വോട്ടുകൾ അങ്ങോട്ടും മാറിയിരിക്കുന്നു. അപ്പോൾ കണ്ണൂരിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം കണ്ണൂരാണ്, അധികാര കേന്ദ്രമാണ്, എല്ലാ നേതാക്കന്മാരുണ്ടായിരുന്ന സ്ഥലമാണ്, AKGയുടെ പ്രധാന കേന്ദ്രമാണ്, KPR ഗോപാലൻ, പിന്നീട് CH കണാരൻ, അഴീക്കോടൻ രാഘവൻ, EK നായനാർ തുടങ്ങിയ ഒന്നാം നിര നേതാക്കന്മാർ മുഴുവൻ വന്നിട്ടുള്ളത് കണ്ണൂരിൽ നിന്നാണ്. അത് കഴിഞ്ഞ് AKGയുടെ ഭരണശേഷം ഒരു ശക്തനായ നേതാവായി വളർന്നു വന്ന ആളാണ് MV രാഘവൻ. MV രാഘവനായിരുന്നു കണ്ണൂർ ലോബിയുടെ നേതാവ്. അദ്ദേഹം യുവജന വിദ്യാർത്ഥി നേതാക്കന്മാരുടെ ഹരമായി മാറി. ഈ അൻവറിൻ്റെ ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ ഈ കണ്ണൂർ ലോബിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ സംശയിക്കാൻ പറ്റും? അല്ല, ഞാൻ കണ്ണൂർ ലോബിയെ കുറിച്ച് പറഞ്ഞു വരട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ണൂർ ലോബിയുടെ നേതാവ് ഇപ്പോൾ പിണറായി വിജയൻ തന്നെയാണ്. MV രാഘവൻ പുറത്തായ ശേഷം ആ ലോബി പിടിച്ചതൊക്കെയും അദ്ദേഹത്തിൻ്റെ അനുയായികളായി വന്നവരാണ് ജയരാജന്മാരെല്ലാം, കോടിയേരി ബാലകൃഷ്ണൻ, MV ഗോവിന്ദനെല്ലാം. ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു നേതാവായിട്ടാണ് കണ്ണൂർ ലോബിയുടെ ആയിട്ടാണ്. അച്യുതാനന്ദൻ അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ മലപ്പുറം സമ്മേളനത്തിൽ തീരുമാനിച്ചപ്പോൾ EP ജയരാജനെപ്പോൾ ആളുകളാണ് കേരളം മുഴുവൻ നടന്ന് പിണറായിക്ക് വേണ്ടി പ്രചരണം നടത്തിയത്. അപ്പോൾ കണ്ണൂർ ലോബി എന്ന് തളർന്നിരുന്നെങ്കിൽ പിണറായി വിജയൻ വീണ്ടും സെക്രട്ടറി ആകുമായിരുന്നില്ല. രണ്ടാമത് കണ്ണൂർ ലോബിയുമായി സന്ധി ചെയ്തിട്ടാണ് പലപ്പോഴും അച്യുതാനന്ദനും അധികാരം പിടിച്ചെടുത്തത്. അപ്പോൾ കണ്ണൂർ ലോബി എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി സംഹാര മൂർത്തികൾ അടങ്ങിയ ഒരു വിഭാഗത്തിനിടയിൽ ഒരു വിള്ളലുണ്ടായിരിക്കുന്നു. ജയരാജന്മാർ 3 തട്ടലിലാണ്. ഒരു ജയരാജൻ ഏറെക്കുറെ പാർട്ടിയുടെ പുറംവഴിയിലേക്ക് പോയിരിക്കുന്നു. അദ്ദേഹം പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ ഇനി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. മാത്രമല്ല അദ്ദേഹത്തിനും പ്രായപരിധി ആവുന്നു. അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ശ്രീമതി ടീച്ചറും കാണില്ല. അപ്പം കുറേ ആളുകൾ അങ്ങ് പോകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പ്രബലനായ കുറേ ആളുകളായി നിൽക്കുന്നത് P ജയരാജനാണ്. P ജയരാജൻ്റെ കണ്ണിലെ കരടാണ് മറ്റു നേതാക്കന്മാർ. അപ്പോൾ P ജയരാജനും P ശശിയും തമ്മിലുള്ള ഒരു മത്സരം നിൽക്കുകയാണ്. P ശശിയുടെ പേരിൽ ആരോപണം ഉണ്ടായി, അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് മാറ്റി. അങ്ങനെയാണ് ജയരാജൻ വന്നത്. ജയരാജനെ മാറ്റിയാണ് MV ജയരാജൻ വന്നത്. അപ്പോൾ അങ്ങനെ ആ പാർട്ടിക്കുള്ളിൽ ചില ഉൾപ്പിരിവുകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഇന്ന് സ്ഫോടനാത്മകമായി പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് ആളുകൾ, റെഡ് ബാർബി എന്നൊക്കെ പറഞ്ഞ ആളുകൾ തന്നെ, അവരെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് ജലീലും അൻവറും ഒക്കെ വന്നപ്പോൾ കണ്ണൂർ ലോബിയിൽ ഒരു വിഭാഗവുമായി ഇവർ സജ്ജീകരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ കണ്ണൂർ വിഭാഗത്തിലെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് പോയിരിക്കുന്നത്. കാറാട്ടി രസാഖ് അതിനോടൊപ്പം ചേർന്നു. മാത്രമല്ല കാഫിർ പ്രയോഗം സംബന്ധിച്ച് ഉള്ള വിവാദങ്ങളിലും അതിൽ കോഴിക്കോട്ടെ നേതാക്കന്മാർ KK ലതിക പോസ്റ്റ് ചെയ്തു. മാത്രമല്ല അതിനകത്ത് P മോഹൻ മാസ്റ്ററും അതിനകത്ത് ആരോപണ വിധേയനായി. അപ്പോൾ ഇന്നിപ്പോൾ മലബാർ ലോബി എന്ന് പറയുന്നതിൽ തന്നെ ഭിന്നിപ്പ് രൂക്ഷമായിരിക്കുകയാണ്. അതുപോലെ മുഹമ്മദ് റിയാസിൻ്റെ പുതിയ അവതാര പുരുഷനായി വന്ന സന്ദർഭത്തിൽ അതും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ തിളങ്ങി. കണ്ണൂരിൽ നിന്നാണ് നന്ദിഗ്രാമിൽ നിന്നാണ് ബംഗാളിലെ പതനത്തിന് ആക്കം കൂട്ടിയതെങ്കിൽ കണ്ണൂരിൽ നിന്നാണ് CPMൻ്റെ പതനം ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ വരാനിരിക്കുന്ന പതനത്തിൻ്റെ CPM പതനത്തിൻ്റെ കേളികൊട്ടാണ് ഇപ്പോൾ ഉയരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ചണ്ടമേളങ്ങളാണ് അൻവറും ജലീലൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് അത് അവരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, പാർട്ടിയെ മൊത്തം ബാധിക്കുന്ന പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഈ പാർട്ടിക്കുള്ളിൽ, ഈ CPMനുള്ളിൽ പാർട്ടിക്കുള്ളിലുള്ള ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംവിധാനം അത് ഇല്ലാതായി തുടങ്ങിയോ? മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരിക്കലും ജനാധിപത്യം ഇല്ല, ഏകാധിപത്യമാണ്. സ്റ്റേറ്റ് ഷാൽ വിതറവേ എന്നാണ് മുദ്രാവാക്യം തന്നെ. സ്റ്റേറ്റ് രാഷ്ട്രം ഇല്ലാതാവുന്ന അവസ്ഥ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സെൻട്രലൈസ്ഡ് ഡെമോക്രസി എന്നാണ് പറയുന്നത്. സെൻട്രലൈസ്ഡ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലിരിക്കുന്ന അധികാരി വർഗം അത് തീരുമാനിക്കുകയും അതിങ്ങനെ താഴേക്കടയിൽ കൊണ്ടുപോയിട്ട് അവരുടെ അഭിപ്രായങ്ങൾ സമാഹരിച്ച ശേഷം തീരുമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം അടിച്ചേൽപ്പിക്കുന്നു. ഈ ഉൾപാർട്ടി ജനാധിപത്യം എവിടെ ഉള്ളത്? 3 വർഷത്തിലൊരിക്കൽ ബ്രാഞ്ച് സമ്മേളനമോ ലോക്കൽ സമ്മേളനമോ ഏരിയ സമ്മേളനം കൂടി അവിടെ കുറേ ആളുകൾ ചർവിതരണം പോലെ പ്രസംഗ മത്സരം നടത്തി പിരിയുന്നു. ആ പറയുന്ന കാര്യം നടപ്പിലാക്കണമെന്നുണ്ടോ? ഇപ്പോഴും അവിടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളാണ് തീരുമാനിക്കുന്നത്. ഭരണം മാത്രമല്ല, സംഘടന, പിൻഗാമികളാര് വേണം,
സ്റ്റേറ്റ് കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് ജില്ലാ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് ഏരിയ കമ്മിറ്റി തീരുമാനിക്കുന്നത് ലോക്കൽ കമ്മിറ്റി. അങ്ങനെ ഈ അധികാര ശൃംഖലയിൽ നിൽക്കുന്നു. കേഡർ സ്വഭാവം എന്ന് പറഞ്ഞാൽ പോലും പട്ടാള ചിട്ട എന്ന് പറയുന്നത് ഉണ്ട്. പട്ടാളത്തിലൂടെ ജനാധിപത്യം സൈനാധിപൻ പറയുന്ന അല്ലെങ്കിൽ മുകളിലിരിക്കുന്ന ആൾ മേധാവികൾ പറയുന്നത് കേൾക്കാനല്ലേ പറ്റൂ. അപ്പോൾ മേധാവികളായി വരുന്ന ആളുകൾ ചിലപ്പോൾ അത് അധികാരം പിടിച്ചെടുത്തവരാവാം, അല്ലെങ്കിൽ അധികാരം കൈയാളിയവരാകാം. അത്തരം ആളുകൾ പറയുന്ന അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവർക്ക് മാത്രമേ നാളെ നിൽക്കാൻ പറ്റൂ. അവർ കേഡർ പാർട്ടി എന്ന് പറഞ്ഞാൽ അടിമക്കൂട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു പാർട്ടികളിൽ നിന്നും എത്തുന്ന ആളുകൾ അവർക്ക് എന്തെല്ലാം കുഴപ്പമുണ്ടെങ്കിലും അവർക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ കേഡർ സംവിധാനം അടിമ സമ്പ്രദായവുമായിട്ട് യോജിച്ചു പോകാൻ പറ്റില്ല. വ്യക്തി സ്വാതന്ത്ര്യത്തെ കൽപ്പിക്കുന്നവരാണ് എല്ലാവരും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഏതെങ്കിലും തലത്തിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും മതത്തിൻ്റെ പേരിലായാലും സാമ്പത്തിക പേരിലായാലും സഹയാത്രികരായി തരുന്ന ആളുകൾക്ക് അവർക്ക് പ്രയോജനം കിട്ടിയേക്കാം, അല്ലെങ്കിൽ അവരെ കൊണ്ട് CPM-നും പ്രയോജനം ഉണ്ടാക്കാം. അവർക്ക് പ്രയോജനമില്ലെങ്കിൽ അവർ ചോറ്റുകുട്ടയിലിടും. പക്ഷെ അതേസമയം ഈ ഒരു സമ്പ്രദായത്തിനുള്ളിൽ നിൽക്കുമ്പോൾ പോലും തങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരുടെ മനസ്സ് വിറങ്ങലിക്കുമെന്ന് സത്യമാണ്. അതുകൊണ്ടാണ് മഞ്ഞളാംകുഴി കരിയും അൽഫോൺസ് കൊണ്ടുവന്നാലും പോയത്. ഇപ്പോൾ ജലീലും അതുപോലെ അൻവറും ഇപ്പോൾ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യമില്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് പരസ്യ വിവാദത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ജനാധിപത്യ സ്വാതന്ത്ര്യമോ വ്യക്തി സ്വാതന്ത്ര്യമോ ഇല്ലാത്ത ഒരു പാർട്ടിയിൽ ആർക്കും നിൽക്കാൻ പറ്റില്ല. ഇത് സഹയാത്രികന്മാരുടെ മാത്രം പ്രശ്നമല്ല, പാർട്ടികൾ അണികളുടെയും പ്രശ്നമാണ്. പുതിയ തലമുറ വെറും അടിമകളായി നിൽക്കാൻ, അടിമപ്പണിക്ക് നിന്നു കൊടുക്കാൻ തയ്യാറില്ല. അവരുടെ മനസ്സിലും പ്രതിഷേധം ഉയരുകയാണ്. അപ്പം കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിമകളായും പാർട്ടിയുടെ കണ്ടം ചെയ്ത നേതാക്കന്മാരുടെ അടിമകളായി നിൽക്കാൻ പുതിയ തലമുറയും തയ്യാറായില്ല. അതുകൊണ്ടാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിലും മറ്റുമൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ ചില അരോരസങ്ങൾ കണ്ടു തുടങ്ങിയത്. അതുകൊണ്ട് ഈ പോക്ക് ശരിയല്ല. ജനാധിപത്യപരമായ കൂടുതൽ അധികാരവും ജനാധിപത്യപരമായ വികേന്ദ്രീകരണ പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്ന ഒരു ആശയാഭിലാഷം CPM-ൻ്റെ അണികളിൽ തന്നെ ഉണ്ടായിരിക്കുന്നു. ബംഗാളിലുണ്ടായ അനുഭവം എന്തായിരുന്നു? ബംഗാളിൽ ഇതേ സമാനമായ അന്തരീക്ഷമാണ്. തുടർഭരണം വന്നപ്പോഴത്തേക്ക് അധികാര പ്രബന്ധത കൂടി, എല്ലാവരും സ്വേച്ഛാധിപതികളായി. ഇവിടെ ഇപ്പോൾ അത് മാത്രമല്ല, ഭരണാധികാരികളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ബ്യൂറോക്രസി അഴിഞ്ഞാടുകയാണ്, പോലീസ് അഴിഞ്ഞാടുകയാണ്, IAS ഉദ്യോഗസ്ഥന്മാർ അഴിഞ്ഞാടുകയാണ്. ആരാണ് ഭരണം നടത്തുന്നത് ആർക്കും അറിയില്ല. അപ്പം അങ്ങനെ കേരളം ഒരു വല്ലാത്ത സാമ്പത്തിക കണിയിലും ദുരന്തത്തിലേക്ക് നീങ്ങുമ്പോൾ, ജനവിരുദ്ധ നയങ്ങൾ ഉയരുമ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഷേധം ഉയരും. ആ പ്രതിഷേധം ജനങ്ങളിൽ നിന്ന് മാത്രമല്ല പാർട്ടിക്കുള്ളിലുണ്ടാകും. CPM-ൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ പ്രവണത ഇന്ന് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന CPM-ലെ അപജയങ്ങൾക്ക് എതിരെ ശബ്ദിക്കുന്ന ഒരു വിഭാഗം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഓക്കെ, ഇതുപോലെ CPM-നെതിരെ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ സഖാക്കന്മാരുടെ രാഷ്ട്രീയ ഭാവി ഇനിയുള്ള കാലത്ത് എന്തായിരിക്കും? അതായത് ഇപ്പോൾ രാഷ്ട്രീയ ഭാവി ഉണ്ടാകില്ല എന്ന് കരുതുന്നവരാണ് ശബ്ദിക്കുന്നത്. രാഷ്ട്രീയ ഭാവി ഉണ്ടെന്ന് കരുതുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ശബ്ദിക്കാൻ പ്രയാസമായിരിക്കും. പക്ഷേ ഇത് മുങ്ങുന്ന കപ്പലാണ് എന്ന് കണ്ടാൽ, CPM-ന് കേരളത്തിലെ ലോകത്തിൽ രക്ഷയില്ല എന്ന് കണ്ടാൽ, മുങ്ങുന്ന കപ്പലാണെന്ന് കണ്ടാൽ എടുത്തു ചാടാൻ ആളുകൾ തയ്യാറാവും. അതുകൊണ്ട് തിരിച്ചറിഞ്ഞു എന്നാണോ? സ്വാഭാവികമായിട്ടും അൻവറും ജലീലും ഒക്കെ മനസ്സിലാക്കി കാണണം. സഹയാത്രികന്മാർ മാത്രമല്ല, അവർ മനസ്സിലാക്കി കാണണം. ഇപ്പോൾ തന്നെ കുറേ ആളുകൾ പോയല്ലോ, കോൺഗ്രസിൽ നിന്ന് പോയിരുന്നു, അവർക്ക് ചില അപകഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം താമസിയാതെ ബലിമൃഗങ്ങളായിരിക്കുമെന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടും അവരും ചാടും. അപ്പം നാളത്തെ ഒരു രാഷ്ട്രീയത്തിൽ സഹയാത്രികന്മാർ മാത്രമല്ല, പാർട്ടികൾക്കുള്ളിലുള്ള ചിന്താശക്തിയുള്ള നീതിബോധമുള്ള ആളുകൾ പാർട്ടികളിൽ നിന്ന് പുറത്ത് വരികയും കൂടുതൽ ജനാധിപത്യവൽക്കരണത്തിന് വേണ്ടിയുള്ള ഒരു അഭിവാഞ്ഛ പാർട്ടിയുടെ എല്ലാ തലത്തിലും ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.